നമ്മുടെ ചൈതന്യം എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായ കല്ലുകൾക്കപ്പുറം, അല്ലെങ്കിൽ സംസ്കാരം എന്ന് പറയുന്നത് നമുക്ക് ഏരിയ പിന്നെ മറ്റേ വടക്കേതിരി തെക്കേതിരി എന്ന് പറഞ്ഞുള്ള അതിരുകളില്ലാത്ത ഒരു സാംസ്കാരിക പ്രപഞ്ചമായിരുന്നു ഇന്ത്യ. അങ്ങനെ വന്നു കഴിഞ്ഞാണ് ഈ സെമിറ്റിക് മതങ്ങളുടെ വിഷലിപ്തമായ ചിന്ത അത് നമ്മുടെ ശരീരത്തിലേക്ക്, ഇന്ത്യയുടെ ശരീരത്തിലേക്ക് സാധിക്കും. ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ഒരേ ന്മാരുടെ മിടുക്കിരിക്കുന്നത് അത് കൺവേർട്ട് ചെയ്യിച്ചിരിക്കുക. ആരായതിന് ഉത്തരവാദി? എല്ലാവരും ഉത്തരവാദി. ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ സ്ഥാനം മോഹിച്ച് അധികാരം മോഹിച്ച് കാലാകാലങ്ങളിൽ നമ്മളെ മത്സരിച്ച് പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കളും രണ്ട് കൂട്ടരുടെ മനസ്ഥിതിയാണ്. ഞാൻ മാത്രമാണ് ശരി, അല്ല എൻ്റെ സങ്കല്പമാണ് ശരി, എൻ്റെ ദൈവമാണ് ശരി, അല്ല എൻ്റെ ദൈവമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദൈവം, ബാക്കി ഉള്ളവർ ഇല്ലാതാകണമെന്ന് പറയുന്ന മനസ്സുമായിട്ട് ആരെങ്കിലുമൊക്കെ ഇന്ത്യയിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മാത്രം ആയുധം ഉപേക്ഷിച്ച് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മണ്ടന്മാരാകും. ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ ഒരുത്തം വന്നു കഴിഞ്ഞാൽ ഭാരതമാതാവിനെ എല്ലാവരും കൂടി ചേർന്ന് അതിക്രൂരമായിട്ട് പീഡിപ്പിക്കുകയാണ്. എന്തിനാണ് ഭാരതമാതാവിനോട് ഇത്തരത്തിലുള്ള ക്രൂരത കാണിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ സ്ക്രീനിൽ അമരീന്ദ്രനാഥ് ടാഗോർ വരച്ച യഥാർത്ഥ ഭാരതമാതാവിൻ്റെ ചിത്രം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. 4 കൈകളുള്ള സാഫ്രോൺ കാവി നിറം വസ്ത്രം ധരിച്ചിരിക്കുന്ന ഭാരതമാതാവ്. ആ ഭാരതമാതാവിൻ്റെ ഉള്ളിലേക്ക് ആ ഭാരതമാതാവിനെ എല്ലാ ചിന്തകളെയും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. എല്ലാ ചിന്തകളെയും ആ ഭാരതമാതാവിന് ഉൾക്കൊള്ളാൻ സാധിക്കും. പക്ഷേ അങ്ങനെ എല്ലാ ചിന്തകളും ഉൾക്കൊള്ളരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാരതമാതാവിനെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്നത് ആരാണ്? 2 വിഭാഗമുണ്ട്. ഒന്ന്, ഭാരതമാതാവിൻ്റെ സൗമ്യഭാവത്തെ, അല്ലെങ്കിൽ എല്ലാം വരദായിനിയായ ഭാവത്തെ ദൗർബല്യമായി കണ്ട ഇങ്ങോട്ട് അധിനിവേശം നടത്തിയ പല രാജാക്കന്മാരും ചക്രവർത്തിമാരുമുണ്ട് ഇന്ത്യയിലേക്ക്. അവരുടെ ശത്രുവാണ് ഭാരതമാതാവ്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ ഭാരതമാതാവിനോടൊപ്പം നിന്നാൽ ഭാരതമാതാവിൻ്റെ പേര് പറഞ്ഞാൽ തങ്ങൾക്ക് ആ നിഴലിനോട് ചേർന്ന് നിന്നാൽ കുറച്ച് മെച്ചം കിട്ടും എന്ന് വിചാരിച്ച സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഭാരതമാതാവിനെ കൊണ്ടു നടക്കുന്ന ഒരു കൂട്ടരുമുണ്ട്. ഈ 2 വിഭാഗം കൂടെ ചേർന്ന് ഭാരതമാതാവ് എന്നുള്ള നമ്മുടെ സങ്കല്പം, അല്ലെ ഇന്ത്യയുടെ സങ്കല്പം, അല്ലെ ഇന്ത്യയിലെ ജനങ്ങളുടെ സങ്കല്പം, ലോകം അംഗീകരിച്ച സങ്കല്പം, ആ സങ്കല്പത്തെ ഇന്ന് വലിച്ചു കീറിക്കൊണ്ടിരിക്കുക. ഇതിന് ശമനമുണ്ടാകണമെങ്കിൽ ഇപ്പോൾ താങ്കൾ കാണിച്ച ചിത്രത്തിലെ പടങ്ങൾ നോക്കുക. എല്ലാ ദൈവങ്ങളെയും പൂജിക്കാനും അവരുടെ പടവും അല്ല അതുപോലെ ചിത്രങ്ങളോ വെച്ചുകൊണ്ട് പ്രാർത്ഥന നടത്താനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ഒരു ലോകത്തിലെ ഏക ഭൂപ്രദേശമാണ് ഒരുപക്ഷെ ഇന്ത്യ. അതിനെ ഭാരതം എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർ ഭാരതത്തെ ഇഷ്ടമില്ലാത്തവർക്ക് ഇന്ത്യ എന്ന് വിളിക്കാം, ഏത് പേര് വേണം നിങ്ങൾ വിളിച്ചോ. പക്ഷേ ഇവിടെ താമസിക്കുന്ന, ഇപ്പോൾ നിലവിൽ പറഞ്ഞാൽ 150 കോടി ജനങ്ങൾ താമസിക്കുന്ന ഒരു ഭൂഭാഗമാണിത്. ഇതിനൊരു സംസ്കാരമുണ്ട്. ഈ സംസ്കാരത്തെ തൊട്ടുതൊഴിക്കാൻ പറ്റാൻ, ഇതിനെ തകർക്കാൻ പറ്റുന്ന മാർഗം ഇവിടെ നമ്മൾ പിന്തുടരുന്ന സംസ്കാരം എന്ന് പറഞ്ഞാൽ ലോകാ സമസ്ത സുഖിനോ ഭവന്തു, എല്ലാറ്റിനെയും ഒന്നായിട്ട് കണ്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. വസുദൈവ കുടുംബം, എല്ലാ കുടുംബങ്ങളും എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന കാലം ഉണ്ടായിരുന്നു. പക്ഷെ മറിച്ച് സെമിറ്റിക് മതങ്ങളുടെ, സംഘടിത മതങ്ങളുടെ ആവിർഭാവം ഇങ്ങോട്ട് വന്നപ്പോൾ മതസങ്കല്പത്തിന്, ഇന്ത്യയിൽ നിലനിന്നിരുന്ന മതസങ്കല്പത്തിന് യുക്തിവാദിയും അല്ലെങ്കിൽ ചാർവാകനും എല്ലാവരും വിവേകാനന്ദനും എല്ലാം ഹിന്ദുമതത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു. ആരെയും ഒഴിവാക്കി നിർത്തിയിട്ടില്ല. അതാണ് ചാർവാകൻ ഹിന്ദുവാണ് എന്ന് പറയുമ്പോൾ അർത്ഥം എന്നാ, അല്ലെ കണാദൻ ഹിന്ദുവാണെന്ന് പറയുമ്പോൾ അർത്ഥം എന്താ? മറിച്ച് സെമിറ്റിക് മതങ്ങളും അവരുടെ പൗരോഹിത്യ സങ്കല്പങ്ങളും നമ്മുടെ ബോഡി ശരീരത്തിലേക്ക് ആവാഹിക്കപ്പെട്ടപ്പോൾ നമ്മളിൽ സ്പർദ്ധയുണ്ടായി, കലഹമുണ്ടായി, മത്സരമുണ്ടായി. അതിൻ്റെ തിക്തഫലമാണ് ഇപ്പോൾ ഇന്ന് ഇന്ത്യ അനുഭവിക്കുന്നത്. എന്തിന്? ഇന്ത്യയുടെ വിഭജനം പോലും ഈ സെമിറ്റിക് മതങ്ങളുടെ അമിതമായ മതവൽക്കരണവും പൗരോഹിത്യത്തിൻ്റെ കടന്നുകയറ്റവുമാണ് ഇന്ത്യയുടെ, അല്ലെ ഈ ഇന്ത്യ എന്ന് പറയാൻ പാകിസ്ഥാൻ നമ്മുടെ ഭാഗം തന്നെയായിരുന്നു. ഇത് വേർപെട്ടു പോകാനുള്ള കാരണം പോലും അതാണ്. 1905 അമരീന്ദ്രനാഥ് ടാഗോർ ഈ ചിത്രം വരയ്ക്കുന്നത്. നമുക്കൊന്നും കൂടി ആ ചിത്രം സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതിൽ 4 കൈകളിൽ 4 വസ്തുക്കൾ ഈ ഭാരതമാതാവ് പിടിച്ചിരിക്കുന്നുണ്ട്. അതിലൊന്ന് ഒരു ബുക്ക് പോലെ, ഗ്രന്ഥം പോലുള്ള വിദ്യാഭ്യാസം, ശിക്ഷ എന്ന് നമുക്കതിനെ വിളിക്കാം, വിദ്യാഭ്യാസം. മറ്റൊന്നെന്ന് പറയുന്നത് ഈ റൈസാണ്, പാഡി റൈസ്, ഫുഡ്, ഭക്ഷണം എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നു. അന്നം എന്ന് വിശേഷിപ്പിക്കുന്നു. അല്ലല്ല, ശിക്ഷ അപ്പോൾ അന്നമായി. മറ്റേതൊന്ന് പറയുന്നത് ഒരു ക്ലോത്താണ്, തുണിയാണ്, വൈറ്റ്, വെള്ള നിറത്തിലുള്ള തുണി, വസ്ത്ര എന്ന് വിളിക്കുന്നു. മറ്റൊരു കയ്യിൽ രുദ്രാക്ഷമാലയാണ്. അതിനെ കുറച്ചും കൂടി എന്താണ്, ഡിവോഷനായിട്ടോ ഭക്തിയായിട്ടോ
അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് ഈ ഭാരതമാതാവിന് അപരീന്ദ്രനാഥ് ടാഗോർ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളുന്നതാണ് പക്ഷേ ഇന്ന് നമ്മൾ പ്രചാരണത്തിലുള്ള ഭാരതമാതാവ് ഇത്തരത്തിലുള്ള ശാന്തസ്വരൂപിയായിട്ടുള്ള ഒരു ഭാരതമാതാവല്ല. ഇന്നത്തെ ഭാരതമാതാവിന്റെ കയ്യിൽ വെപ്പണുണ്ട്, തോക്കുണ്ട്, ദുർഗയായിട്ട് അല്ലെങ്കിൽ ആയുധങ്ങളൊക്കെ കൈവശമുണ്ട്. ഈ ആയുധം യഥാർത്ഥത്തിൽ ഈ ഭാരതമാതാവിന്റെ കൈകളിലേക്ക് വരുന്നതിന് കൃത്യമായിട്ടുള്ള കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് സാർ പറഞ്ഞാൽ മതി. പക്ഷെ വളരെ കൃത്യമായിട്ടുള്ള കാരണമുണ്ട്. ശാന്തസ്വരൂപിയായിരുന്ന വളരെ നല്ലതായിരുന്ന ഭാരതമാതാവിന്റെ കൈകളിലേക്ക് എങ്ങനെയാണ് ആയുധം കടന്നു വന്നത്, എന്തുകൊണ്ടാണ് ആയുധം കടന്നു വന്നതിന്റെ കാരണം, അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലുള്ള എല്ലാ ചിന്തകളെയും, സകല ചിന്തകളും ഈ ഭാരതമാതാവിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും, ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ എല്ലാ ചിന്തകളും കടക്കരുത്, ഈ വിശാലത ഭാരതമാതാവിന് ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് താങ്കൾ നേരത്തെ പറഞ്ഞ പോലുള്ള സംഘടിത മതം വരുമ്പോൾ തീർച്ചയായിട്ടും കൈകളിലേക്ക് ആയുധം വരില്ലേ? ആയുധം ഒന്നിൻ്റെ തന്നെ പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ 1905 ഈ ചിത്രം പഠിച്ചു എന്ന് പറയുന്നത്. 1905 ഇന്ത്യക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, ഏറ്റവും വേദനിപ്പിക്കുന്ന, എല്ലാ ഇന്ത്യക്കാരെയും വേദനിപ്പിച്ച സംഭവമായിരുന്നു ബംഗാൾ വിഭജനം. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ തീക്കുറ്റി പോലെ പടർത്തിയെടുത്ത ജാലിയൻവാല ഭാഗത്ത് ഇപ്പുറത്തേക്ക് അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടായത് ഒത്തിരി സംഭവങ്ങൾ, പോലീസ് സ്റ്റേഷൻ കത്തിക്കുന്ന സംഭവങ്ങൾ വരെയൊക്കെ മാറിപ്പോയി. അപ്പോൾ ആ ലെവലിലേക്ക് നമ്മുടെ സൈക്കിനെ മാറ്റിയെടുത്തപ്പം ഭാരതമാതാവിൻ്റെ സങ്കല്പത്തിലും ചിത്രത്തിലും മാറ്റം വന്നു. ശത്രുവിനെ നിഗ്രഹിക്കുന്ന ദുർഗയായിട്ട് ആര് മാറേണ്ടി വന്നു? ഭാരതമാതാവ് മാറേണ്ടി വന്നു. അപ്പോൾ ഈ സെമറ്റിക് മതങ്ങൾ തമ്മിലുള്ള അവരുടെ അധിനിവേശവും അതിനെ ചെറുക്കാനുള്ള ഇവിടെയും സെമറ്റിക് ആകണം എന്നുള്ള വിഭാഗത്തിൻ്റെയും കൂടെ തർക്കങ്ങൾക്ക് നടുവിൽ ഞെരിഞ്ഞമർന്നത്, അല്ലെ ഇല്ലാതായിപ്പോയത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭാരതമാതാവിൻ്റെ തന്തതികളാണ്. അപ്പോൾ അതിനോടുള്ള റിട്ടാലിയേഷനായിട്ടാണ് രണ്ടാമത്തെ പടം വരുന്നത്. പിന്നെ ഒന്നുകൂടെ നോക്കുക, ഈ ആദ്യത്തെ ചിത്രം എല്ലാം ഉൾക്കൊള്ളുന്ന ചിത്രം, ഇങ്ങനൊരു ചിത്രം വരയ്ക്കാൻ, എല്ലാ ദൈവങ്ങളുടെയും കൂടെ ചിത്രം വരയ്ക്കാൻ ഏതെങ്കിലും ഇസ്ലാം രാജ്യത്ത് സാധിക്കുമോ? അല്ല, ആദ്യത്തെ ചിത്രം നമ്മൾ കാണിച്ചത് ഭാരതമാതാവിന്റെ ചിത്രം. അല്ല, ഇപ്പം നമുക്ക് മറ്റൊരു ചിത്രം കൂടി കാണാം. ആ ചിത്രം നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ആ ചിത്രത്തിൽ ആരൊക്കെയാണുള്ളത്? അതില് ഗണപതി ഉണ്ട്, ഒരു സൈഡില് യേശുക്രിസ്തു ഉണ്ട്, മറ്റൊരു സൈഡിൽ നമുക്ക് മെക്കയിലെ മോസ്കിന്റെ ചിത്രവും കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് മൂന്നും ഒരേ ഫ്രെയിമിൽ. ഇത് മൂന്നും ഒരേ ഫ്രെയിമിൽ. നമ്മളിപ്പം ബസ്സിൽ യാത്ര ചെയ്യുമ്പം, അല്ലെങ്കിൽ ചില ഹോട്ടലുകൾ സന്ദർശിക്കുമ്പം, അല്ലെങ്കിൽ ഇപ്പോൾ സിനിമാ സെറ്റുകളിൽ ഒരു സിനിമ തുടങ്ങുമ്പം പൂജ ചെയ്യുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള ചിത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ഫ്രെയിമിലാണ് ആ ചിത്രം ഉൾപ്പെട്ടിരിക്കുന്നത്. അതിൽ ഹിന്ദു മതത്തിന്റെ ഗണപതിയുണ്ട്, ക്രിസ്ത്യൻ മതത്തിന്റെ യേശു ക്രിസ്തു ഉണ്ട്, ഇസ്ലാമിന്റെ മോസ്ക് ഉണ്ട്, മെക്കയിലെ ചിത്രമുണ്ട്. ഈ മൂന്ന് സാധനവും ഒരൊറ്റ ദൈവമാണ് എന്ന് സങ്കല്പിക്കാൻ, ചിന്തിക്കാൻ ഇന്ത്യക്കാരനല്ലാതെ മറ്റാർക്കാണ് പറ്റുക? അല്ല, അതിൽ താങ്കൾ പറഞ്ഞ ഫണ്ടമെൻ്റലായിട്ട് ശരിയാണ്. പക്ഷെ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാം. ഏത് ദൈവത്തെ ചിന്തിച്ചാലും ഒറ്റ ദൈവമായിട്ട് ചിന്തിക്കണ്ടില്ല. നിങ്ങൾ ഏത് ദൈവത്തെ നിങ്ങൾക്ക് ആരാധിക്കാം. അതെ, ഏത് ദൈവത്തെയും. നിങ്ങൾക്ക് മുസ്ലിമിൻ്റെ പള്ളിയിൽ പോകണമെങ്കിൽ പള്ളിയിൽ പോകാം, ഹിന്ദുക്കളുടെ അമ്പലത്തിൽ പോകണമെങ്കിൽ അമ്പലത്തിൽ പോകാം, ക്രിസ്ത്യൻസിൻ്റെ പള്ളിയിൽ പോകണമെങ്കിൽ അവിടെ പോകാം. അല്ലാണ്ട് ഇതിന് റെസ്ട്രിക്ഷൻ ഇല്ല. അത് മനുഷ്യൻ്റെ മനസ്സും ദൈവവുമായിട്ടുള്ള ബന്ധം. അതിനിടയ്ക്ക് ഇടനിലക്കാരില്ല. അത് നമ്മുടെ ഇഷ്ടമാണ്. ഏത് ഇടനിലക്കാരൻ വേണമെന്ന് തീരുമാനിക്കണം നമ്മുടെ ഇഷ്ടമാണ്. അത് ആ സ്റ്റേജ് മാറിയിട്ട് നീ ഇന്നത് ചെയ്യണം, നീ ഇന്ന മതത്തിൽ ചേരണം എന്ന് പറഞ്ഞ് നിർബന്ധ ബുദ്ധി തുടങ്ങിയ വാളുമായിട്ട് മതപരിവർത്തനം ചെയ്യാൻ വന്നപ്പോൾ വാള് കൊണ്ട് തന്നെ എതിർക്കാൻ ഒരു വിഭാഗം തയ്യാറായി. അതാണ് ഇവിടെ സംഭവിച്ച മാറ്റം. അതാണ് ബ്രിട്ടീഷുകാർ കച്ചവടം കൊണ്ട് അല്ലെ ആൾക്കാരെ ചേർക്കാൻ നോക്കി. ഇതിനൊക്കെ അന്യമായി നിന്നൊരു സംസ്കാരമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഹിന്ദുവിൻ്റെ സംസ്കാരം നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ത്യയിൽ ഈ ഭൂഭാഗത്ത് ജീവിച്ചിരുന്ന മുസ്ലിം രാജാക്കന്മാരുടെ കീഴിൽ ജീവിച്ചിരുന്ന മുസ്ലിങ്ങളുണ്ട്, ഇഷ്ടംപോലെയുണ്ട്, മുഗളന്മാരുടെ കീഴിൽ. പക്ഷെ അവർ പോലും ഹൈന്ദവ അല്ലെ മറുവശത്തോടെ ക്രിസ്ത്യൻ വിരോധം, ഹൈന്ദവ വിരോധം അവർക്കില്ലായിരുന്നു. ഒരു മതത്തിൻ്റെ പേരിൽ ആരെയും അവർ കൊല്ലാൻ പോയിട്ടില്ല. ചില രാജാക്കന്മാർ, എന്നാൽ ഇതുപോലെ കഴിവുകെട്ട രാജാക്കന്മാർക്ക് ഇത്തരം പ്രശ്നങ്ങളെ കൂട്ടുപിടിക്കണം. ഏറ്റവും വലിയ ഉദാഹരണം ഔറംഗസീബായിരുന്നു ഒരാൾ. ഇത്തരം മതപരമായ വികാരത്തെ കൂട്ടുപിടിച്ച് മാത്രമേ തൻ്റെ അധികാരം ഉറപ്പിക്കാൻ പറ്റൂ. ഔറംഗസീബിൻ്റെ ചേട്ടാനിയന്മാരൊക്കെ ആയിട്ട് വഴക്കം തർക്കമായിരുന്നു. അപ്പോൾ അയാൾക്ക് ഇത് ആവശ്യമായിട്ട് വന്നു, മതം ആവശ്യമായിട്ട് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാണ് ഈ സെമിറ്റിക് മതങ്ങളുടെ വിഷലിപ്തമായ ചിന്ത അത് നമ്മുടെ ശരീരത്തിലേക്ക്, ഇന്ത്യയുടെ ശരീരത്തിലേക്ക് കടന്നു കയറിയത്. അങ്ങനെയാണ് ഇപ്പോൾ വീണ്ടും അത് ആളിക്കത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. രണ്ടു കൂട്ടരും, എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും. പക്ഷേ ആത്യന്തികമായിട്ട് എൻ്റെ കണക്കുകൂട്ടൽ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആ ചിത്രമുണ്ടല്ലോ, ആ ചിത്രം തന്നെ പ്രിവെയിൽ ചെയ്ത് ഇല്ലാതാക്കാൻ പറ്റില്ല. ആ ചിത്രത്തിൻ്റെ സന്തതിയായിരുന്നു, ആ ചിത്രത്തിൻ്റെ കൂട്ടായ സന്തതിയായിരുന്നു ഇന്ത്യക്കാരും മഹാത്മാഗാന്ധി. അതായത് എന്തൊരു വിശാലമായ സങ്കല്പമാണ്. ഒരു ചിത്രം
ഒരു ചിത്രത്തിൽ അതിൽ ഹിന്ദു ദൈവമുണ്ട്, ഇസ്ലാം ദൈവമുണ്ട്, ക്രിസ്ത്യാനികളുടെ ദൈവമുണ്ട്. ഈ 3 ദൈവത്തിനും ഒരു വ്യത്യാസമില്ല. ഇതൊക്കെ വരുന്നത് ഒരൊറ്റ സോഴ്സിൽ നിന്നാണ്. ഒരു മനുഷ്യര് മാത്രം ഉണ്ടാക്കിയ വ്യത്യാസങ്ങൾ മാത്രമാണ് ഈ ഡിവിഷൻ എന്ന് പറയുന്നത്. പരമശിവനായിക്കോട്ടെ, അള്ളാഹു ആയിക്കോട്ടെ, യേശു ക്രിസ്തു ആയിക്കോട്ടെ, ഇത് 3 ഒരൊറ്റ ഒരാളാണ്. ഒരൊറ്റ സോഴ്സിൽ നിന്നാണ് ഇത് മുഴുവൻ വരുന്നത്. ഇതിൽ വ്യത്യാസം ഉണ്ടാക്കുന്നത് സങ്കുചിത കാഴ്ചപ്പാടിൽ മാത്രം കാര്യങ്ങളെ, വികലമായ കാഴ്ചപ്പാടിൽ മാത്രം കാര്യങ്ങളെ നോക്കിക്കാണാൻ അറിയുന്ന മനുഷ്യരാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെ തുടക്കത്തിൽ കാണിച്ച ഭാരതമാതാവിന്റെ ചിത്രം, ആ ചിത്രത്തിൽ 4 കൈകളുള്ള, ആ 4 കൈകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന വസ്തുക്കള്, ആ ഭാരതമാതാവിനെ എല്ലാത്തിനെയും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. എല്ലാ ചിന്തകളും, എല്ലാ വിശിഷ്ട ചിന്തകളും ആ ഭാരതമാതാവിന് സ്വീകരിക്കാനായിട്ട് സാധിക്കും. ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ഒരേ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ: സങ്കുചിതമായ മതവുമായി വരരുത്. അതിനൊരു ഉദാഹരണം കൂടെ പറയാം. 2 സംഭവങ്ങൾ. ഇപ്പോൾ ധാരാളം ക്രിസ്ത്യൻ വീടുകളിൽ, കർദിനാൾ പാറക്കോട്ടിലൊക്കെ വന്ന ശേഷം കുറേ കൂടെ കൂടി, വീടുകളിൽ നിലവിളക്ക് കൊളുത്തുക എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ചിലപ്പോൾ നിലവിളക്കിൻ്റെ മുകളിൽ ചിലപ്പോൾ കുരിശ് കാണും. എന്നാൽ പോലും നിലവിളക്ക് കൊളുത്തുക എന്നുള്ള ഇന്ത്യയിലെ ഒരു ആചാരം ആരും നിർബന്ധിക്കാതെ, ആരും പേടിപ്പിക്കാതെ ക്രിസ്ത്യാനി സ്വയം ചെയ്യുകയാണ്. നാളെ നമ്മൾ പറയാം സന്ധ്യയ്ക്ക് എല്ലാവരും നിലവിളക്ക് കൊളുത്തണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും റിയാക്ഷൻ? എല്ലാ ക്രിസ്ത്യൻ വീട്ടുകൾക്ക് നാളെ നിങ്ങൾ നിലവിളക്ക് കൊളുത്തിയിരിക്കണം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് റിയാക്ഷൻ ഉണ്ടാവും. മറിച്ച് ഈ നിലവിളക്ക് കൊളുത്തുന്നതിന് വരെ പബ്ലിക് സ്റ്റേജിൽ പോലും നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യേണ്ട സമയത്ത് പോലും പറ്റില്ല എന്ന് പറഞ്ഞ നേതാക്കന്മാർ നമുക്കുണ്ട്. 2 കൂട്ടരെ, അപ്പോൾ 2 കൂട്ടരുടെ മനസ്ഥിതിയാണ്. ഞാൻ മാത്രമാണ് ശരി, അല്ല എൻ്റെ സങ്കല്പമാണ് ശരി, എൻ്റെ ദൈവമാണ് ശരി, അല്ല എൻ്റെ ദൈവമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദൈവം, ബാക്കി ഉള്ളവർ ഇല്ലാതാകണമെന്ന് പറയുന്ന മനസ്സുമായിട്ട് ആരെങ്കിലുമൊക്കെ ഇന്ത്യയിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, അള്ളാഹ് നല്ല എന്ന് പറയാം, ക്രിസ്തു നല്ല എന്ന് പറയാം, ആ കൂട്ടത്തിൽ പക്ഷേ കൃഷ്ണനും മറ്റൊരു മോശക്കാരാണ് എന്ന് പറയുമ്പോൾ കൃഷ്ണനെയും വിഷ്ണുവിനെയും ആരാധിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ പറയുന്നുണ്ട്. അവരുടെ വികാരത്തെ ഹർട്ട് ചെയ്യുമ്പോൾ റിയാക്ഷൻ ഉണ്ടാവും ഉറപ്പായിട്ടും. അത്തരം റിയാക്ഷൻ ഉണ്ടാക്കിയെടുക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ഇപ്പോൾ പല ചരിത്രകാരന്മാരും അത്രയും എക്സ്റ്റെൻസീവായിട്ട് ചരിത്രം പഠിച്ചിരിക്കുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് എങ്ങനെയാണ് ഇത്രയും വൈവിധ്യങ്ങൾ ഇന്ത്യയിലുണ്ട്, പല ഭാഷകൾ, എത്രയോ അധികം ഭാഷകൾ, എത്രയോ കുറേയധികം സംസ്കാരങ്ങൾ. ഇന്ത്യ തന്നെ ലോകത്തിൻ്റെ ഒരു മിനിയേച്ചറാണ്. ഇത്രയും വൈവിധ്യങ്ങൾ എങ്ങനെയാണ് ഒരു ഭൂപ്രദേശത്ത്, ഒരു സ്ഥലത്ത് നിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു അത്ഭുതമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു അത്ഭുതമാണ്. ഇത്രയും സംസ്കാരങ്ങളും, ഇത്രയും ഭാഷകളും, ഇത്രയും വിവിധ തരത്തിലുള്ള ആചാരങ്ങളും എങ്ങനെയാണ് ഒരു ഭൂപ്രദേശത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുറിച്ച് പല രാജ്യങ്ങളാകാതെ ഒറ്റയ്ക്ക് ഇവർക്ക് എങ്ങനെ നിൽക്കാൻ പറ്റും? ഈ യൂണിറ്റ് ഇവർക്ക് എവിടുന്ന് കിട്ടിയിരിക്കും? ഇതൊരു അത്ഭുതമായിട്ട് പല ചരിത്രകാരന്മാരും വിശേഷിപ്പിക്കുന്നുണ്ട്. ആ അത്ഭുതമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന അത്ഭുതം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്ന ഒരു അത്ഭുതം എന്ന് പറയുന്നത്. അതിനെ പൊളിക്കാനായിട്ട്, അതിനെ തകർക്കാനായിട്ട് ആരാണ് ശ്രമിക്കുന്നത്? അങ്ങനെ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ഭാരതമാതാവിന് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. ഭാരതമാതാവ് വെപ്പണും ഭാരതമാതാവിന്റെ കയ്യിൽ വെപ്പണും തോക്കും ആയുധങ്ങളും വരും. ആരാണ് ഈ തോക്കും ആയുധങ്ങളും വെപ്പണും ഭാരതമാതാവിന് കൊടുക്കുന്നത് എന്നുള്ളതാണ് യഥാർത്ഥ ചോദ്യം. വിശ്വാസവും മതവും നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ, സൗഹൃദത്തിൻ്റെ ശത്രുതയുടെ ആണെങ്കിലും നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ലെ അകൽച്ച ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഉറപ്പായിട്ടും ഈ ശത്രുത ഉണ്ടാവും. ഈ ആയുധം എടുക്കേണ്ടി വരും 2 കൂട്ടർക്കും. ഒരു കൂട്ടർ മാത്രം ആയുധം എടുത്തുകൊണ്ടൊന്നും തന്നെ പറ്റുന്നില്ല. ഗാന്ധി പറഞ്ഞിരിക്കുന്ന ചെറിയ ഉദാഹരണമുണ്ട്. നമ്മൾ മാത്രം ആയുധം ഉപേക്ഷിച്ച് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മണ്ടന്മാരാകും. ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ ഒരുത്തം വന്നു കഴിഞ്ഞാൽ പല്ലും നഖവും ഉപയോഗിച്ച് എന്ത് വേണം ചോളാനാണ് പറയുന്നത്, ഗാന്ധി പറയുന്നത്. അതുപോലെ ഒരു ചെറിയ ഉദാഹരണം നോക്കാം. ബസ്, നമ്മൾ അധികം താങ്കൾ പറഞ്ഞ വ്യൂ പോയിൻ്റ് അനുകൂലമായിട്ടൊരു കാര്യം പറയാം. ഒരു ബസ് സ്റ്റോപ്പിൽ നമ്മൾ നിൽക്കുക, ഒരു 10-40 യാത്രക്കാരുണ്ട്, 10-20 പേർക്ക് ആ ബസ്സിൽ കയറി പോകാൻ സ്ഥലമുള്ളൂ. അത്തരം ഒരു ബസ് വരികയാണ്. അവിടെ നമ്മൾ മര്യാദ പ്രമാണിച്ച് ക്യൂവിൽ ഇരുന്ന് കഴിഞ്ഞാൽ, ക്യൂവിൽ കൂടെ മാത്രമേ നമ്മൾ കയറുള്ളൂ എന്ന് വാശി പിടിച്ചാൽ നമുക്ക് ആ ബസ്സിൽ കയറാൻ പറ്റുമോ? ആർക്കാ കയറാൻ പറ്റുന്നത്? അങ്ങനെ കുറേ പേര് കയറിപ്പോയി കഴിയുമ്പോൾ പിന്നെ ക്യൂവിൽ നിൽക്കാനുള്ള ക്ഷമ തന്നെ നമുക്ക് മാറും. നമ്മളും ബലപ്രയോഗത്തിൻ്റെ ശക്തിയുടെ മാർഗം ഉപയോഗിക്കാൻ എത്ര ക്ഷമയുള്ളവരാണെങ്കിലും ഉപയോഗിക്കാൻ നിർബന്ധിതരാകും. കാരണം നമുക്ക് യാത്ര ചെയ്യണ്ടേ, നമുക്ക് ജീവിക്കണ്ടേ. അപ്പോൾ നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തെ എതിരായി വരുന്ന ശക്തികൾ, അപ്പോൾ എതിരായി വരുന്ന എന്തിനു വേണ്ടിയാണ് വരുന്നത്? വിശ്വാസത്തിൻ്റെ പേര് വരുമ്പോൾ അവനും ജീവിക്കാൻ വേണ്ടിയാണ്, കുഴപ്പമില്ല. ഇത് വിശ്വാസത്തിൻ്റെ പേരിൽ എതിരായി വരുമ്പോൾ ഉറപ്പായിട്ടും ഈ വിശ്വാസങ്ങൾ തമ്മിൽ നമ്മൾ നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കും, അവൻ അവൻ്റെ വിശ്വാസം കൊണ്ട് ഇങ്ങോട്ട് വരും. അവിടെയാണ് ക്ലാഷ് ഉണ്ടാകുന്നത്, അവിടെയാണ് സാമൂഹിക സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്.
അതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞ ആദ്യത്തെ കാഴ്ചപ്പാട് ഭാരതമാതാവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഭാരതമാതാവിനെ മനസ്സിലാക്കാനുള്ള കഴിവ് ഈ രാജ്യത്ത് ജീവിക്കുന്നവർക്ക്, ഈ ഭൂപ്രദേശത്ത്, ഈ ഭൂഖണ്ഡത്തിൽ, ഏഷ്യ ഭൂഖണ്ഡത്തിൽ ഉണ്ടാകണം എന്ന് വിചാരിക്കുന്നു. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. ഇവിടെ താങ്കൾ ചോദിച്ചില്ലേ എങ്ങനെ ഇന്ത്യ ഒന്നായിന്ന്? ഇന്ത്യയിൽ എത്ര രാജ്യങ്ങളുണ്ടായിരുന്നു? എത്ര രാജ്യങ്ങൾ? ഇവിടെ എത്ര രാജ്യം അല്ലേ? അതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനൊക്കെ ഈ വൈവിധ്യങ്ങളെ മൊത്തം കോർത്തിണക്കുന്ന ഒരു മാലയായിരുന്നു. സരസ്വതി അവിടെയും ദൈവമാണ്, കേരളത്തിലും ദൈവമാണ്, അങ്ങ് കാശ്മീരിലും ദൈവമായിരുന്നു. ഗണപതി അങ്ങ് ഇന്തോനേഷ്യയിലും തായ്ലാന്റിൽ വരെ ദൈവമാണ് ഗണപതി. അപ്പൊ ഇത് അതെങ്ങനെ ഉണ്ടായി? അതാലോചിക്കുക. അപ്പം നമ്മുടെ ചൈതന്യം എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായ കല്ലുകൾക്കപ്പുറം, അല്ലെങ്കിൽ സംസ്കാരം എന്ന് പറയുന്നത് നമുക്ക് ഏരിയ പിന്നെ മറ്റേ വടക്കേ അതിര് തെക്കേ അതിര് എന്ന് പറഞ്ഞാൽ അതിരുകളില്ലാത്ത ഒരു സാംസ്കാരിക പ്രപഞ്ചമായിരുന്നു ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ മഹാനായിട്ടുള്ള എഴുത്തുകാരനാണ് നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന OV വിജയൻ. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, ഹൈന്ദവനും അതിഹൈന്ദവനും എന്ന് പറയുന്നതാണ് ആ പുസ്തകം. ഒരു ലേഖന പരമ്പരകളാണ്. അതിൽ OV വിജയൻ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിഹൈന്ദവനെ ഈ ഹൈന്ദവൻ വലിച്ചു താഴെ ഇറക്കണം, അത് ഇന്ത്യക്ക് അപകടമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി വളരെ കൃത്യമായിട്ട് ഈ OV വിജയനെ പോലുള്ള ആളുകൾ പറയുന്നുണ്ട്. അതായത് ആദി ഭാരതീയന്റെ തപോ ലക്ഷ്യം എന്ന് പറയുന്നത് ബ്രഹ്മത്തെ അറിയുക എന്നത് മാത്രമായിരുന്നു ആദി ഭാരതീയന്റെ തപോ ലക്ഷ്യം. ആരാണ് ഈ ബ്രഹ്മം? ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അള്ളാഹുവാണ്. പ്രപഞ്ചമാണ്. നിങ്ങളെ വിശ്വസിക്കുന്ന അള്ളാഹുവാണ്, യേശുക്രിസ്തുവാണ്, ശിവനാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സോഴ്സാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മം എന്ന് പറയുന്നത്. അതിനെ നിങ്ങൾ മറ്റേ സങ്കുചിതമായ കണ്ണിൽ കാണേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ ഈ വൈവിധ്യങ്ങളെ മൊത്തം ചേർത്ത് നിർത്തുന്ന ഇന്ത്യയുടെ ഒരു വിശിഷ്ടമായിട്ടുള്ള സവിശേഷത എന്ന് പറയുന്നത്. ഈ സവിശേഷതയെ ആക്രമിക്കാൻ, പീഡിപ്പിക്കാൻ, ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നവരാരും ഇന്ത്യ വിരുദ്ധരാണ്, രാജ്യവിരുദ്ധരാണ്. ഈ രാജ്യത്തെ ജനങ്ങളെ ശത്രുക്കളാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഭാരതമാതാവ് എന്ന് പറയുന്ന സവിശേഷമായ സങ്കല്പത്തിന് സകല വിശിഷ്ട ചിന്തകളെയും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും, വൈവിധ്യങ്ങളെ സ്വീകരിക്കാനായിട്ട് സാധിക്കും, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ഒരേ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, തൊലിഞ്ഞ മതബോധമായിട്ട് വരരുത്. മതബോധം എന്ന് പറഞ്ഞാൽ മതബോധമല്ലത്, മതഭ്രാന്താണ്. മതഭ്രാന്തായതിൻ്റെ ലക്ഷണം നമ്മൾ കാണുന്നത്. മതഭ്രാന്തായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ പിന്നെ അവൻ എന്തും ചെയ്യും. ആ മതഭ്രാന്തായിട്ട് കൺവേർട്ട് ചെയ്യിക്കുന്നതിലാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മിടുക്കിരിക്കുന്നത്. അത് കൺവേർട്ട് ചെയ്യിച്ചിരിക്കുക. ആരാണ് ഉത്തരവാദി? എല്ലാവരും ഉത്തരവാദി. ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ സ്ഥാനം മോഹിച്ച്, അധികാരം മോഹിച്ച് കാലാകാലങ്ങളിൽ നമ്മളെ മത്സരിച്ച് പറഞ്ഞ് പറ്റിച്ചു കൊണ്ടിരുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഒരുപോലെ തന്നെ കാര്യത്തിൽ. ഒരാൾ മാന്യനായിട്ട് അല്ലെ മതേതരമാണ് എന്ന് പറയുമ്പോൾ ഒരാൾ പൂർണ്ണമായിട്ടും മതേതര കാഴ്ചപ്പാടോടെ നിന്ന് ഒരാളുടെ പേര് നമുക്ക് പറയാനില്ല. അതാണ് സത്യം. ഈ കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ കോൺഗ്രസിനുണ്ടോ? അല്ലെങ്കിൽ കോൺഗ്രസ് സ്വീകരിക്കുന്നു? എല്ലാ പാർട്ടികളും പറയും. ഗാന്ധിക്ക് ഉണ്ടായിരുന്നു. പാർട്ടികളെല്ലാം പറയും, ഇത്തരം കാഴ്ചപ്പാട് പറയും, എല്ലാ പാർട്ടികളും പറയും. മതേതരത്വം അല്ലെന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് സമ്മതിക്കും, ആരും സമ്മതിക്കും, എല്ലാവരും മതേതരമാണ്. ഒപ്പിട്ട് കൊടുത്തിട്ടുമുണ്ട്, ഇന്ത്യൻ ഭരണഘടന ഒപ്പിട്ട് കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ പ്രവൃത്തിയിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തൊക്കെ ഒത്തിരി വെള്ളം ചേർക്കും മാത്രം കരുതിയിരുന്നാൽ മതി. അല്ല, ഇതിലിപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഭാരതമാതാവിൻ്റെ കൈകളിൽ എങ്ങനെ വെപ്പണെത്തി എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലായി. കാരണം വെപ്പൺ ആവശ്യമായിട്ട് വന്നു. അതിന് കാരണം എന്ന് പറയുന്നത് പൗരോഹിത്യമാണ്, അന്താരാഷ്ട്ര മതബോധമാണ്. മതബോധമല്ല, മതഭ്രാന്ത്. അന്താരാഷ്ട്ര മതഭ്രാന്ത് എന്ന് പറഞ്ഞാൽ ബോധം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല. മതബോധമാണെങ്കിൽ ഈ പെണ്ണിക്ക് വരികയില്ല, മതഭ്രാന്തായിട്ട് മാറി. അവിടെയാണ് പ്രശ്നം. അന്താരാഷ്ട്ര മതഭ്രാന്താണ് യഥാർത്ഥത്തിൽ ഭാരതമാതാവിന്റെ കൈകളിലേക്ക് വെപ്പണുകൾ എത്തിക്കുന്നത്. ഇവിടുന്ന് തിരികെ പോയി കഴിഞ്ഞാൽ ലോകത്തിന് മോശം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച ആൾക്കാർ പോകുന്നതാണ് ഭ്രാന്തല്ലാതെ വേറെ നമുക്ക് പറയാനുള്ളത്. എന്തെങ്കിലും സാധിച്ചു, എത്ര നൂറുകണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു. ഇവിടുത്തെ മാത്രമല്ല, പല രാജ്യങ്ങളും കൊല്ലപ്പെട്ടില്ലേ. അത് തിരിച്ചറിയേണ്ട സാമൂഹിക നേതാക്കളുണ്ട്, ഇസ്ലാമിക് നേതാക്കളുണ്ട്, മുല്ലമാരുണ്ട്, മൗലവിമാരുണ്ട്. അവരാണ് ഇതിനെ നിയന്ത്രിക്കേണ്ടത്. അവരാണ് അവരുടെ അതൊരു മഹത്തായ മതം തന്നെ പറയേണ്ടി വരും. മനുഷ്യസ്നേഹത്തിൻ്റെ മതമാണ്, കാരുണ്യത്തിൻ്റെ മതമാണ്. പക്ഷെ ആ മതത്തെ പോലും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് തെറ്റായി അവതരിപ്പിക്കാൻ മതപൗരോഹിത്യമുണ്ട്. ലാഭം മാത്രം നോക്കുന്ന മതപൗരോഹിത്യം അവരെയാണ് സൂക്ഷിക്കേണ്ടത്. അവർ നമ്മുടെ മറ്റവൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ചെയ്താൽ എന്തുകൂടാന്നാണ് നമ്മുടെ ചോദ്യം. നമ്മളുടെ ആൾക്കാർ ഹിന്ദു സമൂഹത്തോട് ചോദിക്കുന്ന അവരെല്ലാം കാശുണ്ടാക്കുന്നു, അവരെല്ലാം ലോകം വെട്ടിപ്പിടിക്കുന്നു, എന്തുകൊണ്ട് നമുക്ക് ആയിക്കൂടാ എന്നുള്ള ചിന്ത വിറ്റുക, ആ ഒരു സങ്കുചിത മനോഭാവം നമ്മളിലും കുത്തിവെക്കാൻ ശ്രമിക്കുന്നവരാണ്. ഇവിടെ ഭാരതമാതാവിന്റെ വസ്ത്രം കാവിയാണ്. ഈ കാവി എന്ന് പറയുന്നത് ഒരു സങ്കുചിതമായ കണ്ണിലൂടെ
പത്രം കാണാനേ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് അറിയൂ. കാവ്യ എന്ന് പറഞ്ഞാൽ BJP ആണോ? കാവ്യ എന്ന് പറഞ്ഞാൽ RSS ആണോ? BJP ഉണ്ടാക്കുന്നതിന് മുമ്പ് കാവ്യ ഉണ്ടെന്നേ. RSS കാവ്യ എന്ന് പറയുന്ന ആ നിറം ഉൾക്കൊള്ളുന്ന അങ്ങനെ പറയുന്നവർ മനസ്സിലാകാത്തൊരു കാര്യം, BJPയും RSSും വിശ്വഹിന്ദു പരിഷത്തും കൂടെ ഉണ്ടാകുന്നതിന് മുമ്പ്, മോഹൻ ഭഗവത്തും മോഡിയൊക്കെ ജനിക്കുന്നതിന് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കാവ്യ ഇവിടുത്തെ ഡ്രസ്സാണ്. എന്താണ് അതിന്റെ കാവ്യയുടെ സവിശേഷത? എന്താ? നെഗേഷൻ, എല്ലാം എനിക്കിത്ര മതി, ഏറ്റവും പരിമിതമായ എല്ലാം ത്യജിക്കാനുള്ളൊരു മനസ്സ് ഞാൻ തുറന്നു കാണിക്കുക. സമൂഹത്തിന് വേണ്ടി എൻ്റെ വ്യക്തിപരമായ എല്ലാ സുഖസൗകര്യങ്ങളും ത്യജിക്കാൻ ഞാൻ തയ്യാറാണ്. തീർച്ചയായിട്ടും. അപ്പം എന്തായാലും മനുഷ്യരാവുക, മതങ്ങൾക്കപ്പുറം മനുഷ്യരായി ഒന്നിക്കാനായിട്ട് സകല മതബോധം ഉൾക്കൊള്ളുന്ന മതഭ്രാന്തന്മാർക്കും സാധിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഭാരതമാതാവ് എന്ന് പറയുന്നത് വിശിഷ്ടമായിട്ടുള്ളൊരു സങ്കല്പമാണ്. അതിന് സകലതിനെയും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, തൊലിഞ്ഞ മതഭ്രാന്തും മതബോധവുമായിട്ട് വരാതിരിക്കുക.